ഹലോ ഫ്രണ്ട്സ്, സ്മാർട്ട് ട്രിക്സ് ഇൻ PSCയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2021 കേരള PSC നടത്തിയിട്ടുള്ള 10th മെയിൻസ് എക്സാമിൻ്റെ ഉത്തരങ്ങളും അതിൻ്റെ അനുബന്ധ വിവരങ്ങളുമാണ്. ചോദ്യം 1. ബ്രിട്ടീഷുകാർക്കെതിരെ ഒളിപ്പോർ നടത്തുവാൻ കേരളവർമ്മ പഴശ്ശിരാജയെ സഹായിച്ചവരെ തിരഞ്ഞെടുക്കുക. 4 ഓപ്ഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. ചെമ്പൻ പോക്കർ, പാലിയത്തച്ചൻ, കൈതേരി അമ്പുനായർ, എടച്ചേന കുങ്കൻ നായർ. ഉത്തരം ഓപ്ഷൻ സി ആണ്. 1, 3, 4. ചെമ്പൻ പോക്കർ, കൈതേരി അമ്പുനായർ, എടച്ചേന കുങ്കൻ നായർ. ഒന്നാം പഴശ്ശി കലാപം 1793 മുതൽ 97 വരെയും രണ്ടാം പഴശ്ശി കലാപം 1800 മുതൽ 1805 വരെയുള്ള കാലഘട്ടത്തിലാണ്. 1805 നവംബർ 30 മാവിലാത്തോട് വെച്ചാണ് പഴശ്ശിരാജ കൊല്ലപ്പെടുന്നത്. പഴശ്ശിരാജ അറിയപ്പെടുന്ന വേറെ പേരുകളാണ് കെട്ടിയോട്ട് രാജ, പയച്ചി രാജ. പഴശ്ശിരാജ അടിച്ചമർത്തിയത് തോമസ് ഹാർവേ ബേബർ ഇല്ലെങ്കിൽ TH ബേബർ ആണ്. ചോദ്യം 2. ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ പഞ്ചശീല തത്വങ്ങളുടെ ഭാഗമായ സമീപനങ്ങൾ ഏതെല്ലാം? ഓപ്ഷൻ എ ആണ് ഉത്തരം. 1, 2, 3. സമത്വവും പരസ്പര സഹായവും പുലർത്തുക, സമാധാനപരമായ സഹവർത്തിത്വം പാലിക്കുക, പരസ്പരം ആക്രമിക്കാതിരിക്കുക. ഓപ്ഷൻ 4 തന്നിട്ടുള്ളത് ആഭ്യന്തര കാര്യങ്ങളിൽ പരസ്പരം ഇടപെടുക എന്നുള്ളതാണ്. അത് ഇടപെടുക എന്നല്ല, ഇടപെടാതിരിക്കുക എന്നാണ്. ചോദ്യം 3. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ തിരഞ്ഞെടുക്കുക. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. മെർക്കന്റലിസ്റ്റ് നിയമങ്ങൾ, ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ, കോണ്ടിനെൻ്റൽ കോൺഗ്രസ്, പാരീസ് ഉടമ്പടി. ഓപ്ഷൻ എ ആണ് ഉത്തരം. മെർക്കന്റലിസ്റ്റ് നിയമങ്ങൾ, കോണ്ടിനെൻ്റൽ കോൺഗ്രസ്, പാരീസ് ഉടമ്പടി. രണ്ടാമതായി തന്നിട്ടുള്ള ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. 1789 ഫ്രഞ്ച് വിപ്ലവം നടക്കുന്നത്. 1783 പാരീസ് ഉടമ്പടി പ്രകാരമാണ് ബ്രിട്ടൻ അമേരിക്കയുടെ സ്വാതന്ത്ര്യം അംഗീകരിക്കുന്നത്. 1776 ജൂലൈ 4 അമേരിക്കയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയെങ്കിലും ആ സ്വാതന്ത്ര്യം ബ്രിട്ടൻ അംഗീകരിച്ചത് 1783 പാരീസ് ഉടമ്പടി പ്രകാരമാണ്. ഒന്നാം സ്വാതന്ത്ര്യം. ചോദ്യം 3. ഫ്രാൻസിലുണ്ടായിരുന്ന മൂന്നാമത്തെ എസ്റ്റേറ്റിൽ ഉൾപ്പെട്ട വിഭാഗങ്ങൾ ഏതെല്ലാം? മൂന്നാമത്തെ എസ്റ്റേറ്റിൽ വരുന്നത് ബാങ്കർമാർ, എഴുത്തുകാർ, അഭിഭാഷകർ എന്നിവരാണ്. ഒന്നാമത്തെ 3 എസ്റ്റേറ്റുകളാണ് ഉണ്ടായിരുന്നത്. ഒന്നാമത്തെ എസ്റ്റേറ്റിൽ പുരോഹിതന്മാർ, രണ്ടാമത്തെ എസ്റ്റേറ്റിൽ പ്രഭുക്കന്മാർ, മൂന്നാമത്തെ എസ്റ്റേറ്റിലാണ് കോമൺസ് എന്നറിയപ്പെടുന്ന സാധാരണക്കാർ ഉണ്ടായിരുന്നത്. ചോദ്യം 5. ശരിയായ ജോഡികൾ തിരഞ്ഞെടുക്കുക. കലാപസ്ഥലവും നേതാക്കന്മാരുമാണ് കൊടുത്തിട്ടുള്ളത്. ഓപ്ഷൻ സി ആണ് ഉത്തരം. എല്ലാ നേതാക്കന്മാരും കലാപസ്ഥലവും ശരിയായ ജോഡി തന്നെയാണ് അവിടെ ചേർത്തിട്ടുള്ളത്. ഝാൻസിയിൽ റാണി ലക്ഷ്മിബായ്, ലക്നൌവിൽ ബീഗം ഹസ്രത്ത് മഹൽ, കാൺപൂരിൽ നാനാ സാഹിബ്, ഫൈസാബാദിൽ മുഹമ്മദ് മൗലവി അഹമ്മദുള്ള. ചോദ്യം 6. പ്രശസ്തരുടെ സമാധി സ്ഥലങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ എ രാജ്ഘട്ട്, ഓപ്ഷൻ ബി ശക്തി സ്ഥൽ, ഓപ്ഷൻ സി വീർഭൂമി, ഓപ്ഷൻ ഡി ശാന്തി നികേതൻ. ഇതിൽ ഓപ്ഷൻ ഡി ആണ് ഉത്തരമായിട്ട് വരുന്നത്. ശാന്തി നികേതൻ 1901 ടാഗോർ സ്ഥാപിച്ചതാണ്. 1921 അത് വിശ്വഭാരതി എന്ന് അറിയപ്പെടാൻ തുടങ്ങി. രാജ്ഘട്ട് ഗാന്ധിജിയുടെ സമാധി സ്ഥലമാണ്. വീർഭൂമി രാജീവ് ഗാന്ധിയുടെ സമാധി സ്ഥലമാണ്. ശക്തി സ്ഥൽ ഇന്ദിരാഗാന്ധിയുടെ സമാധി സ്ഥലമാണ്. ചോദ്യം 7. 0 ഡിഗ്രി രേഖാംശവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ ഡി ആണ് ഉത്തരം വരുന്നത്. 2, 4. ഗ്രീനിച്ച് രേഖാംശം എന്നറിയപ്പെടുന്നു. പ്രൈം മെറിഡിയൻ എന്ന് വിളിക്കപ്പെടുന്നു. രേഖാംശ രേഖ സമയനിർണയത്തിനും അക്ഷാംശ രേഖ സ്ഥാനനിർണയത്തിനുമാണ് ഉപയോഗിക്കുന്നത്. 180 ഡിഗ്രി രേഖാംശ രേഖയാണ് അന്താരാഷ്ട്ര ദിനാങ്ക രേഖ എന്നറിയപ്പെടുന്നത്. പസഫിക്കിലെ ബെറിൻ കടലിലൂടെയാണ് ഇത് കടന്നു പോകുന്നത്. ചോദ്യം 8. ഭൂമിയിലെ എല്ലാത്തരം ശിലകളുടെയും പൂർവിക സ്ഥാനം ചുവടെ നൽകിയിട്ടുള്ളവയിൽ ഏതിനാണ്? ഓപ്ഷൻ സി ആഗ്നേയ ശിലകൾ. ശിലകളുടെ മാതാവ് എന്നാണ് ആഗ്നേയ ശില അറിയപ്പെടുന്നത്. മാഗ്മ തണുത്തുറഞ്ഞുണ്ടാകുന്ന ആഗ്നേയ ശില പൊടിഞ്ഞാണ് കറുത്ത മണ്ണുണ്ടാകുന്നത്. ആഗ്നേയ ശിലയ്ക്ക് ഉദാഹരണമാണ് ബസാൾട്ട്, ഗ്രാനൈറ്റ് എന്നിവ.
അവസാദ ശിലകൾ അല്ലെങ്കിൽ സെഡിമെൻ്ററി റോക്സ് അവസാദങ്ങൾ അടിഞ്ഞുണ്ടാകുന്ന ശിലയാണ്. അതിനുദാഹരണമാണ് സാൻഡ്സ്റ്റോൺ, ലൈംസ്റ്റോൺ എന്നിവ. കായാന്തര ശിലകൾ ആഗ്നേയ ശിലകൾക്കും അവസാദ ശിലകൾക്കും രൂപമാറ്റം സംഭവിച്ചാണ് ഉണ്ടാകുന്നത്. അതിനുദാഹരണമാണ് മാർബിൾ, സ്ലേറ്റ് എന്നിവ. ചോദ്യം 9. കാറ്റിൻ്റെ ചലനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ബി 1, 3, 4 എന്നിവയാണ് ഉത്തരമായിട്ട് വരുന്നത്. മർദ്ദചെരിവ് മാനബലം, ഘർഷണബലം, കൊറിയോലിസ് ബലം. ഇതിൽ ഓപ്ഷൻ 2 ആയിട്ട് കൊടുത്തിരിക്കുന്ന കൊഹിഷൻ ബലം എന്ന് പറയുന്നത് ഒരേ തരം തന്മാത്രകൾ തമ്മിലുള്ള ബലമാണ്. കാറ്റുമായി ബന്ധപ്പെട്ട നിയമമാണ് ഫെറൽ നിയമം. 10ാമത്തെ ചോദ്യം, കൂട്ടത്തിൽപ്പെടാത്തത് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ ബാരൻ ദ്വീപാണ് വരുന്നത്. ബാക്കിയുള്ളവയെല്ലാം മേജർ പോർട്ടുകളാണ്. നവശേവ പോർട്ടാണ് ജവഹർലാൽ നെഹ്റു പോർട്ട് എന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ പോർട്ടാണ്. പാരാദ്വീപ് ഒഡീഷയിലാണ്. ഹാൽദിയ വെസ്റ്റ് ബംഗാളിലാണ്. ചോദ്യം 11. പസഫിക് മഹാസമുദ്രവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ഡി 1, 4 എന്നിവയാണ് ഉത്തരമായിട്ട് വരുന്നത്. ഏറ്റവും ആഴം കൂടിയ സമുദ്രം, അനേകായിരം വലുതും ചെറുതുമായ ദ്വീപുകൾ കാണപ്പെടുന്നു. പസഫിക്കിലാണ് ഏറ്റവും ആഴം കൂടിയ ഗർത്തമുള്ളത്. ചലഞ്ചർ ഗർത്തം എന്നാണ് അതിൻ്റെ പേര്. 11,034 അതിൻ്റെ ആഴം. ട്രയാങ്കിൾ ഷേപ്പിലാണ് പസഫിക് സമുദ്രം വരുന്നത്. എസ് ആകൃതിയിൽ കാണപ്പെടുന്നത് അറ്റ്ലാന്റിക് സമുദ്രമാണ്. ഭൗമോപരിതലത്തിൻ്റെ 1/6 വിസ്തൃതിയുണ്ട് എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഭൗമോപരിതലത്തിൻ്റെ 1/3 വിസ്തൃതിയാണ് പസഫിക് സമുദ്രത്തിന് ഉള്ളത്. ചോദ്യം 12. കിഴക്കൻ മലനിരകളിൽ ഉൾപ്പെടുന്ന കുന്നുകൾ ഏതെല്ലാം? ഓപ്ഷൻ ബി 1, 2 എന്നിവയാണ് പത്കായി ബൂം, ജയന്തിയ കുന്നുകൾ. അതിൽ ഉൾപ്പെടുന്നതാണ് ഖാസി, ഗാരോ, ജയന്തിയ കുന്നുകൾ. ഇതിൽ ഖാസിയിലാണ് മൗസിൻഡം വരുന്നത്, ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലം. കൂടെ നാഗാമിസോ കുന്നുകളും വരുന്നുണ്ട്. പത്കായി ബൂം കുന്നുകളാണ് ഇന്ത്യയെയും മ്യാൻമാറിനെയും വേർതിരിക്കുന്ന മലനിരകൾ. ഇന്ത്യയും നേപ്പാളിനെയും വേർതിരിക്കുന്നത് മഹാഭാരത മലനിരകളാണ്. ചോദ്യം 13. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ്. ഓപ്ഷൻ എ ഡോക്ടർ എം.എസ്. സ്വാമിനാഥൻ. ഡോക്ടർ എം.എസ്. സ്വാമിനാഥൻ അന്തരിക്കുന്നത് 2023 സെപ്റ്റംബർ 28 എം.എസ്. സ്വാമിനാഥൻ വികസിപ്പിച്ചെടുത്ത ഗോതമ്പ് വിത്തിനമാണ് സർബതി സൊണാരോ. ലോക ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് നോർമൻ ബോർലോഗാണ്. മെക്സിക്കോയിലാണ് ഹരിത വിപ്ലവം ആരംഭിക്കുന്നത്. ചോദ്യം 14. ഗരീബി ഹഠാവോ എന്ന മുദ്രാവാക്യം ഏത് പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ സി 5. 5ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം 1974 മുതൽ 79 വരെയാണ്. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്താണ് 5ാമത്തെ പഞ്ചവത്സര പദ്ധതി നിലവിൽ വരുന്നത്. മിനിമം നീഡ്സ് പ്രോഗ്രാം, ഗരീബി ഹഠാവോ എന്നിവ ഈ സമയത്ത് വന്ന പ്രോഗ്രാമുകളാണ്. 2ാമത്തെയും 3ാമത്തെയും അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലമായ 5ാമത്തെ 5 ഇയർ പ്ലാനിൻ്റെ സമയത്താണ്. ആദ്യ ആണവ പരീക്ഷണം നടക്കുന്നതും ഈ സമയത്ത് തന്നെയാണ്. സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കുന്നത് ഇന്ദിരാഗാന്ധിയും ഉദ്ഘാടനം ചെയ്യുന്നത് രാജീവ് ഗാന്ധിയുമാണ്. ചോദ്യം 15. വികസനത്തിൻ്റെ LPG മാതൃക ഇന്ത്യയിൽ കൊണ്ടുവന്ന ധനകാര്യമന്ത്രി. ഓപ്ഷൻ സി ഡോക്ടർ മൻമോഹൻ സിംഗ്. 2024 ഡിസംബർ 26 ഡോക്ടർ മൻമോഹൻ സിംഗ് അന്തരിച്ചത്. അതുകൊണ്ട് മൻമോഹൻ സിംഗുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമുക്ക് അടുത്ത പരീക്ഷകളിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ചോദ്യം 16. ഇന്ത്യയിലെ ധാതു വിഭവങ്ങളുടെ ഗവേഷണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഏജന്റുകളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ ശരിയായ ജോഡി ഏത്? ഇവയെല്ലാം ശരിയായ ജോഡികളാണ്. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ GSI അത് നിലവിൽ വരുന്നത് 1851 കൊൽക്കത്തയിലാണ്. ONGC ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കമ്മീഷൻ നിലവിൽ വന്നത് 1956 ഡൽഹിയിലാണ്. HCL ഹിന്ദുസ്ഥാൻ കോപ്പർ ലിമിറ്റഡ് നിലവിൽ വന്നത് 1967 കൊൽക്കത്തയിലാണ്. ചോദ്യം 17. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? 1ഉം 3ഉമാണ് ശരിയായ പ്രസ്താവനയായിട്ട് വരുന്നത്. സുസ്ഥിര വികസനം പരിസ്ഥിതി സൗഹാർദ്ദമാണ്. ആഗോളതാപനം ഭൗമാന്തരീക്ഷത്തിലുള്ള താപവർദ്ധനയെ സൂചിപ്പിക്കുന്നു. 2ാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ള കൽക്കരിയും പെട്രോളും പുതുക്കാൻ സാധിക്കുന്ന വിഭവങ്ങളാണ് എന്ന
സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. പുതുക്കാൻ സാധിക്കാത്ത വിഭവങ്ങളാണ്. ചോദ്യം 18. 2019-20 ഇന്ത്യയിലെ ദേശീയ വരുമാനത്തിലേക്കുള്ള പ്രാഥമിക മേഖലയുടെ സംഭാവന. ഓപ്ഷൻ ബി 16.5%. 19. 2020 സാമ്പത്തിക ശാസ്ത്ര നോബൽ പുരസ്കാര ജേതാക്കൾ. ഓപ്ഷൻ എ പോൾ ആർ മിൽഗ്രാം, റോബർട്ട് വിബിൽസൺ. ലേല സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട കാര്യത്തിനാണ് ഇവർക്ക് നോബൽ സമ്മാനം ലഭിച്ചിട്ടുള്ളത്. ചോദ്യം 20. ഒന്നാം പാർലമെൻറ്റിലെ പ്രതിപക്ഷ നേതാവായിരുന്നു. ഓപ്ഷൻ സി AK ഗോപാലൻ. ഇതിൽ അംഗീകൃത പ്രതിപക്ഷ നേതാവ് എന്നാണ് ചോദ്യം വരുന്നതെങ്കിൽ റാം സുഭഗ് സിംഗ് ആണ് ഉത്തരം വരേണ്ടത്. AK ഗോപാലനുമായി ബന്ധപ്പെട്ടതാണ് പട്ടിണി ജാഥ. കരുതൽ തടങ്കൽ പ്രകാരം അറസ്റ്റ് ചെയ്തിട്ടുണ്ട് AK ഗോപാലനെ. ചോദ്യം 21. കേരളത്തിലെ തെക്കേ അറ്റത്തെ നിയമസഭാ മണ്ഡലം. ഓപ്ഷൻ ബി നെയ്യാറ്റിൻകര. വടക്കേ അറ്റത്തെ നിയമസഭാ മണ്ഡലം മഞ്ചേശ്വരമാണ്. തെക്കേ അറ്റത്തെ ഗ്രാമപഞ്ചായത്ത് പാറശാലയാണ്. തെക്കേ അറ്റത്തെ ഗ്രാമമാണ് ചോദിക്കുന്നതെങ്കിൽ കളിയിക്കാവിളയും വടക്കേ അറ്റത്തെ ഗ്രാമം തലപ്പാടിയുമാണ്. ചോദ്യം 22. വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാക്കിയ ഓൺലൈൻ ക്ലാസുകൾ സംപ്രേഷണം ചെയ്യുന്നത്. ഓപ്ഷൻ എ വിക്ടേഴ്സ് ചാനൽ. ചോദ്യം 23. ഭരണഘടനയുടെ 352 വകുപ്പ് പ്രയോഗിക്കുന്നത്. ഓപ്ഷൻ സി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ. സംസ്ഥാന അടിയന്തരാവസ്ഥയാണ് 356 വരുന്നത്. 352 വരുന്നത് ദേശീയ അടിയന്തരാവസ്ഥയും 360 വരുന്നത് സാമ്പത്തിക അടിയന്തരാവസ്ഥയുമാണ്. ചോദ്യം 24. കോവിഡ് പ്രതിരോധത്തിൻ്റെ ഭാഗമായി കാലുകൾ അണുവിമുക്തമാക്കുന്നതിന് സിനി മാറ്റ് എന്ന ഉൽപ്പന്നം വികസിപ്പിച്ചത് കേരള കയർ കോർപ്പറേഷൻ. കേരള ബാംബു കോർപ്പറേഷൻ വരുന്നത് അങ്കമാലിയിലാണ്. കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വരുന്നത് കൊല്ലത്താണ്. കേരള ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസിൻ്റെ ആസ്ഥാനം വരുന്നത് കലവൂർ ആലപ്പുഴയിലാണ്. 25. ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ. ഓപ്ഷൻ എ PM മുബാറക് പാഷ. നിലവിലെ വൈസ് ചാൻസലർ ഡോക്ടർ ജഗതി രാജ് VP ആണ് വരുന്നത്. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ചാൻസലറായിട്ട് വരുന്നത് ഗവർണറായിരിക്കും. 26. സമാധാനപരമായി ആയുധമില്ലാതെ സംഘടിക്കുവാനുള്ള അവകാശമാണ്. ഓപ്ഷൻ ബി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. മൗലികാവകാശങ്ങൾ വരുന്നത് 14 മുതൽ 18 വരെ സമത്വത്തിനുള്ള അവകാശമാണ്. 19 മുതൽ 22 വരെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. 23, 24 ചൂഷണത്തിനെതിരെയുള്ള അവകാശം. 25 മുതൽ 28 വരെ മതസ്വാതന്ത്ര്യം. 29, 30 ന്യൂനപക്ഷങ്ങൾക്കുള്ള മതപരവും സാംസ്കാരികവുമായിട്ടുള്ള അവകാശം ആണ് പറയുന്നത്. ചോദ്യം 27. ബാണാസുര സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത്. ഓപ്ഷൻ ഡി വയനാട്. വയനാട്ടിലെ മറ്റ് പ്രധാന കേന്ദ്രങ്ങളാണ് പക്ഷിപാതാളം, അമ്പുകുത്തിമല, എടയ്ക്കൽ ഗുഹ എന്നിവ. എടയ്ക്കൽ ഗുഹ നവീന ശിലായുഗവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഫ്രെഡ് ഫോസറ്റ് ആണ് അത് കണ്ടെത്തിയിട്ടുള്ളത്. കൃഷ്ണഗിരി ക്രിക്കറ്റ് സ്റ്റേഡിയം, പൂക്കോട് തടാകം എന്നിവയും വയനാട്ടിൻ്റെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ്. ചോദ്യം 28. വില്യം ലോഗൻ കമ്മീഷൻ കേരളത്തിലെ ഒരു കർഷക സമരത്തെക്കുറിച്ച് പഠിക്കുവാൻ നിയോഗിക്കപ്പെട്ടതാണ്. ആ സമരമാണ് ഓപ്ഷൻ എ മലബാർ കർഷക സമരം. 1921 മലബാർ കലാപം നടക്കുന്നത്. 1921 നവംബർ 10 മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് നടന്ന ട്രാജഡിയാണ് വാഗൺ ട്രാജഡി. പുന്നപ്ര വയലാർ സമരം നടക്കുന്നത് 1946 സർ CPക്കെതിരെ നടന്നതാണ്. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ടതാണ്. കയ്യൂർ ചീമേനി സമരം കാസർഗോഡ് ജില്ലയിൽ നടന്നിട്ടുള്ളതാണ്. ഇതുമായി 1941 അത് നടന്നിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ചിരസ്മരണ എന്ന കൃതി എഴുതിയത് നിരഞ്ജനയാണ്. മൊറാഴ് സമരം 1940 KPR ഗോപാലനാണ് ഇതിൻ്റെ ലീഡറായിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തെ വധശിക്ഷയ്ക്ക് വിധിക്കുകയാണ് ചെയ്തത്. ചോദ്യം 29. പിന്നോക്ക വിഭാഗ പട്ടിക തയ്യാറാക്കാൻ അതത് സംസ്ഥാനങ്ങൾക്കുള്ള അധികാരം തിരിച്ചു നൽകുന്ന ഭരണഘടനാ ഭേദഗതിയാണ്. ഓപ്ഷൻ സി 127 ഭരണഘടനാ ഭേദഗതി. 30. ഓൺലൈൻ പഠനത്തിന് കുടുംബശ്രീയുമായി ചേർന്ന് വിദ്യാശ്രീ പദ്ധതി നടപ്പിലാക്കുന്നത്. ഓപ്ഷൻ ബി കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻ്റർപ്രൈസസ് KSFE. KSFEയുടെ ആസ്ഥാനം തൃശ്ശൂരാണ്. 1953 തിരുവനന്തപുരത്താണ് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ നിലവിൽ വരുന്നത്.
ഈ വിദ്യാശ്രീ എന്ന പരിപാടി സൗജന്യമായി ലാപ്ടോപ്പ് നൽകുന്ന പദ്ധതിയാണ്. ചോദ്യം 31. ജസ്റ്റിസ് NV രമണ ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസാണ്. നിലവിൽ 2025 മെയ് 14 കണക്കനുസരിച്ച് 51ാമത്തെ ചീഫ് ജസ്റ്റിസായ സഞ്ജീവ് ഖന്ന സ്ഥാനമൊഴിഞ്ഞ് 52ാമത് ചീഫ് ജസ്റ്റിസായി സ്ഥാനമേൽക്കുന്നത് BR ഗവായി ആണ്. ഭൂഷൺ രാമകൃഷ്ണ ഗവായി. ചോദ്യം 32. ഏറ്റവും നല്ല കർഷകന് കേരള സർക്കാർ നൽകുന്ന അവാർഡാണ് ഓപ്ഷൻ എ കർഷകോത്തമ. 2024 കർഷകോത്തമ ലഭിച്ചത് CD രവീന്ദ്രൻ നായർക്കാണ്. കർഷകശ്രീ ലഭിച്ചത് PB അനീഷ്. കർഷക തിലകം K ബിന്ദു. 33. സ്റ്റേറ്റ് ലിസ്റ്റിൽ പെടുന്നതാണ് ഓപ്ഷൻ സി പൊതു ജനാരോഗ്യം. സ്റ്റേറ്റ് ലിസ്റ്റിൽ 66 വിഷയങ്ങളും യൂണിയൻ ലിസ്റ്റിൽ 97 വിഷയങ്ങളും കൺകറൻറ്റ് ലിസ്റ്റിൽ 47 വിഷയങ്ങളുമാണുള്ളത്. 1976 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം യൂണിയൻ ലിസ്റ്റിൽ നിന്നും ചില കാര്യങ്ങൾ കൺകറൻറ്റ് ലിസ്റ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ് മദ്യം, ചൂതുകളി, പോലീസ്, കെട്ടിട നികുതി, പൊതുജനാരോഗ്യം എന്നിവ. 34ാമത്തെ ചോദ്യം. അഡ്രീനൽ കോർട്ടെക്സ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി ആണ് വരുന്നത്. 1ാമത്തെയും 3ാമത്തെയും സ്റ്റേറ്റ്മെൻറ്റുകളാണ് കറക്റ്റ്. വൃക്കയിൽ പ്രവർത്തിച്ച് ശരീരത്തിലെ ലവണ സന്തുലനാവസ്ഥ നിലനിർത്തുന്നു. ലൈംഗിക വളർച്ചയെയും ധർമ്മങ്ങളെയും നിയന്ത്രിക്കുന്നു. അഡ്രീനൽ കോർട്ടെക്സിൽ നിന്ന് ഉണ്ടാവുന്ന ഹോർമോണുകളാണ് കോർട്ടിസോൾ, അൽഡോസ്റ്റിറോൺ, സെക്സ് ഹോർമോൺ എന്നിവ. ചോദ്യം 35. അയഡിൻ ചേർത്ത ഉപ്പ് നിർബന്ധമാക്കുക വഴി ഉന്മൂലനം ചെയ്യാൻ ഉദ്ദേശിച്ച അപര്യാപ്തത രോഗങ്ങൾ തിരഞ്ഞെടുക്കുക. 1ഉം 3ഉം ക്രെറ്റിനിസവും മിക്സഡിമയുമാണ്. അയഡിൻ്റെ അപര്യാപ്തത മൂലം കുട്ടികളിൽ വരുന്ന രോഗമാണ് ക്രെറ്റിനിസം. മുതിർന്നവരിൽ വരുന്ന രോഗമാണ് മിക്സഡിമ. ചോദ്യം 36. നാഷണൽ പാർക്കുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. 2ഉം 3ഉമാണ് ശരി. പൊതുജന പങ്കാളിത്തത്തോടെ ഒരു പ്രദേശം സംരക്ഷിക്കപ്പെടുക. വന്യജീവി സംരക്ഷണത്തോടൊപ്പം പ്രകൃതി വിഭവങ്ങളും ഭൗമ സവിശേഷതകളും സംരക്ഷിക്കുക. ചോദ്യം 37. എലിപ്പനി അഥവാ ലെപ്റ്റോസ്പൈറോസിസ് എന്ന രോഗം ഏത് തരം രോഗാണുവാണ് ഉണ്ടാക്കുന്നത്? ഓപ്ഷൻ സി ബാക്ടീരിയ. 38. ആശാപ്രവർത്തകരുടെ യോഗ്യത ഇതിൽ തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ +2 പാസ്സായിരിക്കണം. അതാണ് തെറ്റ്. +2 പാസ്സാവേണ്ട കാര്യമില്ല. ബാക്കിയെല്ലാം ആശാപ്രവർത്തകരുമായി ബന്ധപ്പെട്ട അവരുടെ യോഗ്യതയുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റുകളാണ്. അതേ പഞ്ചായത്തിലെ വ്യക്തിയായിരിക്കണം, ഒരു വനിതയായിരിക്കണം, 25 മുതൽ 45 വയസ്സ് പ്രായപരിധിയിലുള്ള ആളായിരിക്കണം. ആശ എന്നതിൻ്റെ ഫുൾ ഫോമാണ് അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ്. ചോദ്യം 39. ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ പൂർണ്ണ അംഗീകാരം കിട്ടിയ കോവിഡ് വാക്സിൻ ഏതാണ്? ഓപ്ഷൻ സി ഫൈസർ ആണ്. UN അംഗീകരിച്ച ചൈനയുടെ വാക്സിനാണ് സെനോഫോം. സിറം ഇൻസ്റ്റിറ്റ്യൂട്ടാണ് കോവിഷീൽഡ് നിർമ്മിച്ചത്. ഭാരത് ബയോടെക് ആണ് കോവാക്സിൻ നിർമ്മിച്ചത്. ചോദ്യം 40. രക്തസമ്മർദ്ദത്തെ പറ്റി തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി ഉപ്പ് അധികം ഉപയോഗിക്കുന്നത് രക്തസമ്മർദ്ദം കൂടാൻ കാരണമാകില്ല എന്നാണ് പറയുന്നത്. കാരണമാകും എന്നാണ് വേണ്ടത്. അതുകൊണ്ട് അതാണ് ഉത്തരമായിട്ട് വരുന്നത്. ബാക്കി രക്തസമ്മർദ്ദവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പുകവലി രക്തസമ്മർദ്ദം കൂട്ടും. രക്തസമ്മർദ്ദം പരിശോധിക്കാൻ രക്തസാമ്പിൾ ആവശ്യമില്ല. രക്തസമ്മർദ്ദം വീട്ടിലിരുന്നും പരിശോധിക്കാം. ചോദ്യം 41. കേരള സർക്കാരിൻ്റെ ആർദ്രം പദ്ധതിയെപ്പറ്റി തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ കിടത്തി ചികിത്സ ആരംഭിക്കുക എന്ന ഓപ്ഷൻ തെറ്റാണ്. ആർദ്രം പദ്ധതി ഗവൺമെൻറ് ആശുപത്രികളുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ടതാണ്. അതായത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി മാറ്റുന്നുണ്ട്. രോഗി സൗഹൃദ ആശുപത്രിയാക്കുക, മാതൃശിശു സൗഹൃദ സേവനങ്ങൾ ലഭ്യമാക്കുക എന്നതൊക്കെയാണ് ആർദ്രം പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ചോദ്യം 42. ഏറ്റവും കൂടുതൽ വീക്ഷണ വിസ്തൃതിയുള്ളത് ഏത് തരം ദർപ്പണങ്ങൾക്കാണ്? ഓപ്ഷൻ ബി കോൺവെക്സ് ദർപ്പണങ്ങൾക്കാണ്. കോൺവെക്സ് ദർപ്പണമാണ് റിയർവ്യൂ മിററായിട്ട് വാഹനങ്ങൾ ഉപയോഗിക്കുന്നത്. കണ്ണിൻ്റെ ഉള്ളിലുള്ളത് കോൺവെക്സ് ലെൻസാണ്. കണ്ണിൻ്റെ ഉള്ളിൽ ലെൻസാണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ദർപ്പണത്തിൻ്റെ കാര്യമാണ്.
ഇനി കോൺകേവ് ദർപ്പണം ഉപയോഗിക്കുന്നത് ടോർച്ചിലെ റിഫ്ലക്ടറിലും ഷേവിംഗ് മിററായിട്ട് ഉപയോഗിക്കുന്നത് കോൺകേവ് ദർപ്പണമാണ്. ചോദ്യം 43. ചോക്ക് ഉപയോഗിച്ച് ബ്ലാക്ക് ബോർഡിൽ വരച്ചാൽ ചോക്ക് കണങ്ങൾ ബ്ലാക്ക് ബോർഡിൽ പറ്റിപ്പിടിക്കുന്നത് എന്തുകൊണ്ടാണ്? ഓപ്ഷൻ എ അഡ്ഹീഷൻ ബലം. അഡ്ഹീഷൻ ബലം എന്നത് വ്യത്യസ്ത ആറ്റങ്ങൾ തമ്മിലുള്ള ആകർഷണ ബലമാണ്. ഇവിടെ ചോക്ക് ഉപയോഗിച്ച് ബ്ലാക്ക് ബോർഡിലാണ് എഴുതുന്നത്, അതായത് ചോക്ക് കണങ്ങളും ബ്ലാക്ക് ബോർഡിലെ കണങ്ങളും തമ്മിലുള്ള ആകർഷണ ബലമാണ്. അതുകൊണ്ട് തന്നെ അഡ്ഹീഷൻ ബലമാണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ ബി കോഹിഷൻ ബലം പറഞ്ഞിട്ടുണ്ട്, അത് ഒരേപോലെയുള്ള തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ്. ചോദ്യം 44. 1000 കിലോഗ്രാം മാസുള്ള കാറും 2000 കിലോഗ്രാം മാസുള്ള ബസ്സും ഒരേ പ്രവേഗത്തിൽ സഞ്ചരിക്കുന്നുവെങ്കിൽ ഏതിനാണ് ആക്കം കൂടുതൽ? ഓപ്ഷൻ സി 2000 കിലോഗ്രാം മാസുള്ള ബസ്സിനാണ്. ആക്കം എന്ന് പറയുന്നത് മാസ് ഇൻറ്റു വെലോസിറ്റി, ഇല്ലെങ്കിൽ പിണ്ഡവും പ്രവേഗവും തമ്മിലുള്ള ഗുണനഫലമാണ് ആക്കമായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ പിണ്ഡം കൂടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ മാസ് കൂടുതലുള്ള വസ്തുവിനായിരിക്കും ആക്കം കൂടുതലായിട്ട് വരിക. ഇവിടെ രണ്ട് വസ്തുക്കൾക്കും 1000 കിലോഗ്രാം മാസുള്ള കാറിനും 2000 കിലോഗ്രാം മാസുള്ള ബസ്സിനും ഒരേ പ്രവേഗം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആക്കം കൂടുതൽ, മാസ് കൂടുതലുള്ള 2000 കിലോഗ്രാം മാസുള്ള ബസ്സിന് തന്നെ ആയിരിക്കും. ചോദ്യം 42. അന്താരാഷ്ട്ര ആസ്ട്രോണമിക്കൽ യൂണിയൻ ഏത് ഇന്ത്യൻ ഭൗതിക ശാസ്ത്രജ്ഞയുടെ പേരാണ് HD 86081 എന്ന നക്ഷത്രത്തിന് നൽകിയത്? ഓപ്ഷൻ ഡി ബിബ ചൗധരി. ചോദ്യം 46. ഇന്ത്യയിൽ ന്യൂട്രിനോ ഒബ്സർവേറ്ററി പ്രൊജക്ട് സ്ഥാപിക്കുന്നത് എവിടെയാണ്? ഓപ്ഷൻ ബി തേനി. ചോദ്യം 47. ഒരു അക്വേറിയത്തിന്റെ ചുവട്ടിൽ നിന്നും ഉയരുന്ന വായു കുമിളകളുടെ വലുപ്പം മുകളിലേക്ക് എത്തുന്തോറും കൂടി വരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ ബോയിൽ നിയമം. മർദ്ദം കുറയുകയും വ്യാപ്തം കൂടുകയും ചെയ്യുന്നു. അതായത് ഒരു വസ്തുവല്ല, ഇവിടെ വായുകുമിളയാണ്. വായുകുമിള വെള്ളത്തിൻ്റെ അടിത്തട്ടിൽ നിൽക്കുമ്പം വെള്ളത്തിൻ്റെ പ്രഷർ, അതിൻ്റെ ആ വായുകുമിളയുടെ മുകളിൽ വെള്ളം പ്രയോഗിക്കുന്ന പ്രഷർ കൂടുതലായിരിക്കും. മുകളിലോട്ട് വരുന്തോറും പ്രഷർ കുറയുന്നു. അതുകൊണ്ട് തന്നെ മർദ്ദവും വ്യാപ്തവും വിപരീത അനുപാതത്തിലായതുകൊണ്ട് തന്നെ മുകളിലേക്ക് ഉയരുന്തോറും മർദ്ദം കുറയുകയും അതിൻ്റെ വ്യാപ്തം കൂടുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ വായുകുമിളയുടെ വലുപ്പം മുകളിലേക്ക് എത്തുന്തോറും കൂടി വരികയാണ് ചെയ്യുന്നത്. ചോദ്യം 48. ഒരു മൂലകം ഏതെന്ന് നിർണ്ണയിക്കുന്നത് അതിൻ്റെ ഒരു ആറ്റത്തിലെ ഏത് കണമാണ്? ഓപ്ഷൻ സി പ്രോട്ടോൺ. ഒരു ആറ്റത്തിൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് അതിലെ പ്രോട്ടോണുകളുടെ എണ്ണമാണ്. ചോദ്യം 49. അലുമിനിയത്തിൻ്റെ അയിരിൻ്റെ സാന്ദ്രീകരണത്തിന് ഉപയോഗിക്കുന്ന പ്രക്രിയയുടെ പേരെന്ത്? ഓപ്ഷൻ ബി ലീച്ചിങ്. ചോദ്യം 50. 2020 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ഇവരിൽ ആർക്കാണ്? ഓപ്ഷൻ ഡി ജെന്നിഫർ ഡൗഡ്ന. 51. ശാന്തി സ്വരൂപ് ഭട്നാഗർ അവാർഡ് നൽകുന്നത് ഏത് മേഖലയിൽ മികച്ച സംഭാവനകൾ നൽകുന്നവർക്കാണ്? ഓപ്ഷൻ എ ശാസ്ത്രം. ചോദ്യം 52. ടിപ്പുവിൻ്റെ പടയോട്ടം ചുമർചിത്രമായി ചിത്രണം ചെയ്തിട്ടുള്ള പള്ളി? ഓപ്ഷൻ ബി കാഞ്ഞൂർ പള്ളിയാണ്, അത് അങ്കമാലിയിലാണ്. ചോദ്യം 53. ആരൊരാളിൻ കുതിരയെ കെട്ടുവാൻ, ആരൊരാളതിൻ മാർഗം മുടക്കുവാൻ, ദിഗ്വിജയത്തിനെൻ സർഗശക്തിയാം ഈ കുതിരയെ വിട്ടയക്കുന്നു ഞാൻ. വയലാർ രാമവർമ്മയുടെ ഈ കാവ്യശകലം ഏത് കവിതയിൽ നിന്നാണ്? ഓപ്ഷൻ ഡി അശ്വമേധമാണ്. വയലാറിൻ്റെ കൃതികൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു കോഡുണ്ട്. സർഗസംഗീതം പൊഴിക്കുന്ന മുളങ്കാടിനുള്ളിൽ നിന്ന് കൊന്തയും പൂണൂലും വലിച്ചെറിഞ്ഞിട്ട് ആയിഷ പറഞ്ഞു എനിക്ക് മരണമില്ല. ഒന്നും കൂടെ പറയാം. സർഗസംഗീതം പൊഴിക്കുന്ന മുളങ്കാടിനുള്ളിൽ നിന്ന് കൊന്തയും പൂണൂലും വലിച്ചെറിഞ്ഞിട്ട് ആയിഷ പറഞ്ഞു എനിക്ക് മരണമില്ല. അതായത് വയലാറിൻ്റെ കൃതികളാണ് സർഗസംഗീതം, മുളങ്കാട്, കൊന്തയും പൂണൂലും, ആയിഷ, എനിക്ക് മരണമില്ല. ചോദ്യം 54. ടോക്കിയോ ഒളിമ്പിക്സ് 2020 ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏത്? ഓപ്ഷൻ സി ആണ് തെറ്റ്. PV സിന്ധുവാണ് ബാഡ്മിൻ്റണിൽ വെള്ളി നേടി തുടർച്ചയായി 2 ഒളിമ്പിക്സിൽ മെഡൽ സ്വന്തമാക്കുന്ന ആദ്യ ഇന്ത്യൻ വനിതാ കായിക താരം. ബാഡ്മിൻ്റണിൽ വെള്ളിയല്ല, വെങ്കലമാണ് നേടിയത്. ശരിയായ സ്റ്റേറ്റ്മെൻറ്റുകളും കൂടെ നോക്കാം. ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്ര സ്വർണം നേടി. ഭാരോദ്വഹനത്തിലെ 49 കിലോഗ്രാം വിഭാഗത്തിൽ മീരാബായ് ചാനു വെള്ളി മെഡൽ നേടി. ഡോക്ടർ ഫൈൻ സി ദത്തനാണ് ബാഡ്മിൻ്റൺ മത്സരം നിയന്ത്രിക്കുന്നതിന് ഒളിമ്പിക്സ് അമ്പയർ പാനലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഏക ഇന്ത്യക്കാരനായ മലയാളി. ചോദ്യം 55. കോവിഡ് വാക്സിൻ 100% ജനങ്ങൾക്ക് ലഭ്യമാക്കിയ ആദ്യ ഇന്ത്യൻ നഗരം ഏത്? ഓപ്ഷൻ സി ഭുവനേശ്വർ.
ചോദ്യം 56. താഴെ തന്നിരിക്കുന്ന ജോഡികളിൽ ഏതാണ് ശരിയല്ലാത്ത ജോഡി? ഓപ്ഷൻ ഡി മാർഗംകളി തിരുവനന്തപുരം എന്നാണ് കൊടുത്തിട്ടുള്ളത്. മാർഗംകളി കോട്ടയം ജില്ലയുമായി ബന്ധപ്പെട്ടതാണ്. ശരിയായ ഓപ്ഷൻസ് ഗദ്ദിക വയനാട്, അർജുന നൃത്തം കോട്ടയം, കണ്യാർകളി പാലക്കാട്. മീനാക്ഷി കല്യാണവും പാലക്കാടുമായി ബന്ധപ്പെട്ടതാണ്. ചോദ്യം 57. കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ തൃക്കോട്ടൂർ പെരുമ ആരുടെ കൃതിയാണ്? ഓപ്ഷൻ എ UA ഖാദർ. അഘോര ശിവ എന്നതും UA ഖാദർ എഴുതിയ കൃതിയാണ്. ചോദ്യം 58. അധ്യാപകർക്ക് കുട്ടികളുമായി നേരിട്ട് സംവദിക്കാനും സ്വകാര്യത ഉറപ്പാക്കാനും പൊതുവിദ്യാഭ്യാസ വകുപ്പ് സജ്ജമാക്കിയ ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം? ഓപ്ഷൻ ബി G സ്യൂട്ട്. ചോദ്യം 59. ഒരു ഇൻ്റർനെറ്റ് റിസോഴ്സ് അഡ്രസ്സിനെ ഡാഷ് എന്ന് വിളിക്കുന്നു. ഒരു ഇൻ്റർനെറ്റ് റിസോഴ്സ് അഡ്രസ്സിനെ വിളിക്കുന്നതാണ് URL. ചോദ്യം 60. മാക് അഡ്രസ്സിൽ എത്ര അക്കങ്ങളുണ്ട്? ഓപ്ഷൻ സി 12. മാക് അഡ്രസ്സിൽ 12 അക്കങ്ങളാണുള്ളത്. തന്നിരിക്കുന്നവയിൽ ഏറ്റവും വേഗത കൂടിയ മെമ്മറി ഏതാണ്? ഓപ്ഷൻ ഡി ക്യാഷ് മെമ്മറി. ചോദ്യം 62. താഴെ തന്നിരിക്കുന്നവയിൽ ഫ്രീ സോഫ്റ്റ്വെയർ അല്ലാത്തതേത്? ഓപ്ഷൻ സി വിൻഡോസ്. അപ്പോൾ ഫ്രീ സോഫ്റ്റ്വെയർ ആയിട്ടുള്ളതാണ് MySQL, GIMP, Apache എന്നിവ. ചോദ്യം 63. ഇന്ത്യൻ IT ആക്ട് 2000 നിയമങ്ങളിൽ സൈബർ ടെററിസവുമായി ബന്ധപ്പെട്ട ശിക്ഷകൾ നിർവചിക്കപ്പെട്ടിരിക്കുന്നത് ഏത് സെക്ഷനിലാണ്? ഓപ്ഷൻ ബി 66F. 66Fലാണ് സൈബർ ടെററിസവുമായി ബന്ധപ്പെട്ട ശിക്ഷകൾ നിർവചിക്കപ്പെട്ടിട്ടുള്ളത്. ചോദ്യം 64. 2005 വിവരാവകാശ നിയമപ്രകാരം വിവരാവകാശ കമ്മീഷനിലെ കേന്ദ്ര അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയുള്ള സമിതിയിൽ ഉൾപ്പെടാത്തതാരാണ്? 3 പേരാണ് ഉൾപ്പെടുന്നത്. പ്രധാനമന്ത്രി, ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ്, പ്രധാനമന്ത്രി നിർദ്ദേശിക്കാവുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രി. ഇതിൽ ഓപ്ഷൻ സി ആയിട്ട് കൊടുത്തിരിക്കുന്ന ലോക്സഭാ സ്പീക്കർ ഇതിൽ ഉൾപ്പെടുന്നില്ല. അതുകൊണ്ട് സി ആണ് ഉത്തരം. ചോദ്യം 65. ഉപഭോക്തൃ നിയമത്തിലെ ജില്ലാ ഉപഭോക്തൃ ഫോറവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായ ഉത്തരം ഏത്? ഇവയിൽ ഒന്നും ശരിയല്ല, അതുകൊണ്ട് ചോദ്യം നമുക്ക് നോക്കണ്ട. ഉപഭോക്തൃ സംരക്ഷണ നിയമം നന്നായിട്ട് പഠിക്കണം, അതുമായി ബന്ധപ്പെട്ട് ഒരു ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ചോദ്യം 66. സ്ത്രീകൾക്കെതിരെയുള്ള ഗാർഹിക പീഡനത്തിൽ നിന്നും സംരക്ഷണം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള നിയമത്തിൽ പ്രൊട്ടക്ഷൻ ഓഫീസറെ നിയമിക്കുന്നതിന് അധികാരപ്പെടുത്തിയിരിക്കുന്നത് ആരാണ്? ഓപ്ഷൻ ബി കേന്ദ്ര സർക്കാർ. ചോദ്യം 67. 2007 മാതാപിതാക്കൾക്കും മുതിർന്ന പൗരന്മാർക്കും സംരക്ഷണ ചിലവിനും അഭിവൃദ്ധിക്കും വേണ്ടിയുള്ള നിയമം അനുസരിച്ച് വകുപ്പ് 7 പ്രകാരം രൂപീകരിക്കേണ്ട ട്രിബ്യൂണലുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ഉത്തരം ഏതാണ്? ഓപ്ഷൻ എയും ബിയും ശരിയാണ്. ട്രിബ്യൂണൽ രൂപീകരിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്. ട്രിബ്യൂണലിൻ്റെ അധ്യക്ഷൻ സബ് ഡിവിഷണൽ ഓഫീസർ കുറയാത്ത പദവിയിലുള്ള ഉദ്യോഗസ്ഥൻ ആയിരിക്കണം. ചോദ്യം 68. ദേശീയ വനിതാ കമ്മീഷൻ നിയമപ്രകാരം അതിൻ്റെ കമ്മീഷൻ രൂപീകരണവുമായി താഴെ പറയുന്നവയിൽ ശരിയായ ഉത്തരം ഏതാണ്? എല്ലാ ഓപ്ഷനും ശരിയാണ്. കമ്മീഷൻ അധ്യക്ഷയെ നാമനിർദ്ദേശം ചെയ്യേണ്ടത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. കമ്മീഷൻ അംഗങ്ങളിൽ പട്ടികജാതിയിൽ നിന്നും പട്ടികവർഗത്തിൽ നിന്നും ഓരോ അംഗങ്ങൾ ഉണ്ടായിരിക്കണം. കമ്മീഷൻ്റെ അംഗങ്ങളുടെ കാലാവധി 3 വർഷം ആയിരിക്കും. ചോദ്യം 69. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ നിന്നും ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. നിലവിലെ കമ്മീഷന്റെ അധ്യക്ഷൻ 2021 നിയമത്തിനായ ജസ്റ്റിസ് അരുൺകുമാർ മിശ്രയാണ്. ഇത് 2021 ഫാക്ട് പ്രകാരമാണ്. നിലവിൽ ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യമാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ അധ്യക്ഷൻ. ചോദ്യം 70. ലൈംഗിക അതിക്രമങ്ങളിൽ നിന്നും കുട്ടികൾക്കുള്ള സംരക്ഷണം ലഭിക്കുന്നതിനുള്ള നിയമം അനുസരിച്ച് താഴെ പറയുന്ന 2 പ്രസ്താവനകൾ ശ്രദ്ധിച്ച ശേഷം ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഒന്നാമത്തെ ഉത്തരമാണ് ശരി. ഈ നിയമം അനുസരിച്ച് കുട്ടികൾ എന്നുള്ളതിന് ആൺ പെൺ വ്യത്യാസമില്ല. പ്രായം സംബന്ധിച്ച് നിലവിൽ പറഞ്ഞിരിക്കുന്ന നിർവചന പ്രകാരം അത് 16 വയസ്സിൽ താഴെയായിരിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. 16 അല്ല, 18 വയസ്സാണ്. ഇനി മാത്സ് ആണ്. ചോദ്യം 71. 2, 6, 10 എന്ന ശ്രേണിയുടെ 68-ാം പദവും 72-ാം പദവും തമ്മിലുള്ള വ്യത്യാസം? ഓപ്ഷൻ സി 16. ചോദ്യം 72. ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഏത് സമയം വരുമ്പോഴാണ് ഒരു ക്ലോക്കിലെ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിൽ 45 ഡിഗ്രി കോണളവ് വരുന്നത്? ഓപ്ഷൻ ഡി 7:30. 73 3:54 ആയാൽ 5 എത്രയാണെന്നാണ്? ഓപ്ഷൻ എ 150.
ചോദ്യം 74. ഒരാൾ 30 മീറ്റർ കിഴക്കോട്ട് നടന്ന് വലതുവശത്തേക്ക് തിരിഞ്ഞ് 40 മീറ്റർ നടന്നു. വീണ്ടും വലതുവശത്തേക്ക് തിരിഞ്ഞ് 60 മീറ്റർ നടക്കുകയും തുടർന്ന് ഇടതുവശത്തേക്ക് തിരിഞ്ഞ് 40 മീറ്റർ നടക്കുകയും ചെയ്തു. വീണ്ടും ഇടതുവശത്തേക്ക് തിരിഞ്ഞ് 30 മീറ്റർ നടന്നു. തുടർന്ന് 50 മീറ്റർ വടക്ക് കിഴക്ക് ദിശയിൽ നടന്നു. ഇപ്പോൾ അയാൾ യാത്ര തുടങ്ങിയ സ്ഥലത്ത് നിന്ന് എത്ര അകലത്തിലാണ്? ഓപ്ഷൻ ബി 50 മീറ്റർ. ചോദ്യം 75. ഒരു കോഡ് ഭാഷയിൽ D 32 G 98 ഈ ഭാഷയിൽ ഫേസ് എന്നത് എങ്ങനെ എഴുതാം? ഓപ്ഷൻ സി 72 21 85 0. 76. സ്ക്വയർ റൂട്ട് ഓഫ് 2 സ്ക്വയർ ഹോൾ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 2 റേസ് ടു -1 പ്ലസ് 2 റേസ് ടു 10 ഹോൾ റേസ് ടു 1/2 ഈക്വൽ ടു ഓപ്ഷൻ ഡി 7. ചോദ്യം 77. ഒരാൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന തുക പകുതി വീതം 2 ബാങ്കുകളിലായി നിക്ഷേപിച്ചു. ഒന്നാമത്തെ ബാങ്കിൽ സാധാരണ പലിശ നിരക്കിലും രണ്ടാമത്തെ ബാങ്കിൽ കൂട്ടുപലിശ നിരക്കിലുമാണ് നിക്ഷേപിച്ചത്. 2 വർഷം കഴിഞ്ഞ് പലിശ നോക്കിയപ്പോൾ ആദ്യത്തെ ബാങ്കിൽ 600 രൂപയും രണ്ടാമത്തെ ബാങ്കിൽ 618 രൂപയും ഉണ്ടായിരുന്നു. 2 ബാങ്കുകളിൽ നിന്നും 3 വർഷം കഴിയുമ്പോൾ അദ്ദേഹം പലിശ പിൻവലിച്ചാൽ പലിശയിൽ വരുന്ന വ്യത്യാസം എത്രയാണ്? ഓപ്ഷൻ ഡി 55.08. ചോദ്യം 78. ഒരു ബസ്സിൽ യാത്ര ചെയ്തിരുന്ന 21 പേരുടെ ശരാശരി ടിക്കറ്റ് നിരക്ക് 25 രൂപയായിരുന്നു. അടുത്ത സ്റ്റോപ്പിൽ ഒരാൾ ഇറങ്ങിയപ്പോൾ ബാക്കിയുള്ളവരുടെ ശരാശരി ടിക്കറ്റ് നിരക്ക് 25 രൂപ 40 പൈസയായി മാറിയെങ്കിൽ ഇറങ്ങിയ ആളുടെ ടിക്കറ്റ് നിരക്ക് എത്രയാണ്? ഓപ്ഷൻ എ 17. ചോദ്യം 79. 1 ഗ്രാം സ്വർണത്തിന് 4500 രൂപ നിരക്കിൽ 10 ഗ്രാമിൻ്റെ ഒരു സ്വർണ്ണ മോതിരം വാങ്ങിയപ്പോൾ വിലയുടെ 3% GSTയും 10% പണിക്കൂലിയും നൽകേണ്ടി വന്നു. കൂടാതെ പണിക്കൂലിയുടെ 5% GSTയും നൽകേണ്ടി വന്നു. അപ്പോൾ ആ മോതിരത്തിൻ്റെ വില എത്രയാണ്? ഓപ്ഷൻ സി 51,075 രൂപ. ചോദ്യം 80. ആകെ വക്കുകളുടെ നീളം 36 സെൻറ്റിമീറ്റർ ആയ ഒരു സമചതുര കൊട്ടയുടെ വ്യാപ്തം എത്രയാണ്? ഓപ്ഷൻ ബി 27. ചോദ്യം ഇനി ഇംഗ്ലീഷാണ് ചോദ്യം. ചോദ്യം 81. റീഡ് ദ ഫോളോയിങ് 4 പാർട്സ് ഓഫ് എ സെൻറ്റൻസ് ആൻഡ് റീഅറേഞ്ച് ദം ടു മേക്ക് എ മീനിങ് ഫുൾ സെൻറ്റൻസ്. ദെൻ ഐഡൻറ്റിഫൈ വിച്ച് പാർട്ട് ഷുഡ് കം സെക്കൻഡ് ഇൻ ദ സെൻറ്റൻസ്. ഓപ്ഷൻ സി ഈസ് ടു എൻഗേജ്. ചോദ്യം 82. ഐഡൻറ്റിഫൈ ദ പാർട്ട് ഓഫ് ദ ഗിവൺ സെൻറ്റൻസ് വിച്ച് ഹാസ് എ ഗ്രാമാറ്റിക്കൽ എറർ ഇൻ ഇറ്റ്. ഓപ്ഷൻ സി ഹാവിംഗ് ദ ഷാഡോ ഓഫ് അതേഴ്സ്. ചോദ്യം 83. ഷീ വുഡ് ഹാവ് റീച്ച്ഡ് ഹിയർ ഇൻ ടൈം. ഓപ്ഷൻ ഡി ഇഫ് ഷീ ഹാഡ് എ സ്കൂട്ടർ. ചോദ്യം 84. ഇഷാൻ ആസ്ക്ഡ് ഹർ വൈ ഡിഡ്ന്റ് യു ടെൽ മീ. ദ സെൻറ്റൻസ് ക്യാൻ ബി റിപ്പോർട്ടഡ് ആസ്. ഓപ്ഷൻ എ ഇഷാൻ ആസ്ക്ഡ് ഹർ വൈ ഷീ ഹാഡിൻ ടോൾഡ് ഹിം. ചോദ്യം 85. ദ ക്യാപ്റ്റൻ ആസ് വെൽ ആസ് ദ പ്ലെയേഴ്സ് വാസ് റെസ്പോൺസിബിൾ ഫോർ ദ ഫെയിലിയർ. ചോദ്യം 86. ദ ഡാഷ് ലുക്ക് ഓൺ ഹർ ഫേസ് വാസ് റിയലി ഷോക്കിംഗ്. ദ വയലന്റ് ലുക്ക്. ചോദ്യം 87. ഹിസ് ഡാഷ് വാസ് ദാറ്റ് ഹി വാസ് ഓൺ ബോർഡ് ദ ട്രെയിൻ അറ്റ് ദ ടൈം ഓഫ് ദ ക്രൈം. ഓപ്ഷൻ ഡി alibi. ചോദ്യം 88. ഹി സാറ്റ് ദെയർ ഫോർ hours. ഓപ്ഷൻ എ ഓൺ എൻഡ്. ചോദ്യം 89. ഹർ ഹെൽത്ത് ഹാസ് ഓൾവേസ് ബീൻ വെരി ഫ്രജൈൽ. പിക്ക് ഔട്ട് ദ വേർഡ് ദാറ്റ് ഇസ് സിമിലർ ഇൻ മീനിങ് ടു ദ അണ്ടർലൈൻഡ് വേർഡ്. ഓപ്ഷൻ സി ഫീബിൾ. ഫ്രജൈലിൻ്റെ മീനിങ് ആണ് ഫീബിൾ. ചോദ്യം 90. ഹി ഡിഡ്ന്റ് തിങ്ക് ഓഫ് ദ അൺവെൽക്കം കോൺസിക്വൻസ് ഫോർ ഹിസ് അൺവൈസ് ആക്ഷൻ. ഐഡൻറ്റിഫൈ ദ സിംഗിൾ വേർഡ് ദാറ്റ് ക്യാൻ റീപ്ലേസ് ദ അണ്ടർലൈൻഡ് വേർഡ്സ്. ഓപ്ഷൻ ബി റാമിഫിക്കേഷൻ. 91 മുതൽ മലയാളം ചോദ്യങ്ങളാണ്. പ്രതിഗ്രാഹിക വിഭക്തിയുടെ പ്രത്യയമേത്? ഓപ്ഷൻ ഡി എ. 92. വിൺതലം ഏത് സന്ധിയാണ്? ഓപ്ഷൻ സി ആദേശ സന്ധി. ശരിയായ രൂപം മനുഷ്യത്വം. 94. അങ്ങാടിപ്പാട്ട് എന്ന ശൈലിയുടെ അർത്ഥം? ഓപ്ഷൻ ബി പരസ്യം. ചോദ്യം 95. അർത്ഥം എഴുതുക. അഹി. ഓപ്ഷൻ സി പാമ്പ്. 96. ആനവാരി രാമൻ നായർ എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചത്? ഓപ്ഷൻ എ വൈക്കം മുഹമ്മദ് ബഷീർ. ചോദ്യം 97. ആശാ മേനോൻ ആരുടെ തൂലികാനാമമാണ്? ഓപ്ഷൻ ഡി കെ ശ്രീകുമാർ. ചോദ്യം 98. MD വാസുദേവൻ നായർക്ക് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതി? ഓപ്ഷൻ ബി രണ്ടാം ഊഴം. MD വാസുദേവൻ നായർ അന്തരിക്കുന്നത് 2024 ഡിസംബർ 25-നാണ്.
ചോദ്യം 99 ലയൺസ് ഷെയർ എന്നതിന് സമാനമായ മലയാള ശൈലി. ഓപ്ഷൻ സി സിംഹഭാഗം. 100 ഭാര്യ എന്ന പദത്തിൻ്റെ പര്യായം. ഓപ്ഷൻ എ കളത്രം. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും നന്നായി ഇത് വർക്കൗട്ട് ചെയ്തിട്ട് എക്സാമിന് പോവുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.